PRDയെ കൊണ്ട് നാണമുണ്ട് ഈ മുഖ്യമന്ത്രിക്ക്. സ്വന്തം പ്രസംഗം തെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിലെത്തിക്കണമെങ്കിൽ പാർട്ടിയുടെ കയ്യിൽ AK സെന്ററിൽ ഉണ്ടല്ലോ പണം, ആ പണം ഉപയോഗിച്ച് നടത്ത്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ചാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്? 12 കോടി രൂപ നിസ്സാര തുകയാണോ? അത് വെച്ച് പ്രിന്റ് ചെയ്ത സാധനമല്ലേ വീട്ടിലെത്തിച്ചിരിക്കുന്നത്? ഞങ്ങളെല്ലാ വീടുകളിലും പോയി പറയും, അവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനം നമ്മുടെ കാശ് കട്ടെടുത്താണെന്ന് പറയും. സർക്കാരിന്റെ പണം കട്ടെടുത്തിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? കളവല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? നാണമുണ്ട് ഇവർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചെയ്യാൻ? മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി VD സതീശൻ രംഗത്ത്. നാട്ടുകാരുടെ പണമെടുത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ നാണമുണ്ടോ നിങ്ങൾക്ക് എന്നാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ VD സതീശൻ തുറന്നടിച്ചത്. പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാർ 12 കോടി മുടക്കി പ്രസംഗം പ്രിന്റ് ചെയ്ത് വീടുകൾ തോറും വിതരണം ചെയ്തത് VD സതീശൻ ചൂണ്ടിക്കാട്ടി. പുസ്തകം എല്ലാ വീടുകളിലും വിതരണം ചെയ്യുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനത്തിന് പരാതി നൽകിയെന്നും VD സതീശൻ പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റായ TN പ്രതാപനായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ മാതൃകാ പെരുമാറ്റ ചട്ടലംഘനത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അതുപോലെ പത്തനംതിട്ടയിൽ സ്ത്രീകൾക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് തോമസ് ഐസക്കിനെ ഇറക്കിയിരിക്കുന്നുവെന്നും അതിനുവേണ്ടി വീടുകളിൽ എത്തിച്ചിരിക്കുന്ന ഫോമും ഇതുപോലെ സർക്കാർ ഏജൻസികളെ കൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചതാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസംഗം വീടുകൾ തോറും വിതരണം ചെയ്യാൻ നാണമുണ്ടോ എന്നും AKG സെന്ററിൽ പണമുണ്ടല്ലോ, ആ പണം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണം, അല്ലാതെ നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അല്ല എന്നും VD സതീശൻ രൂക്ഷ വിമർശനം നടത്തി. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എന്താ? അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടുന്ന സംഭവം എല്ലാ വീടുകളിലും എത്തിച്ചു. CPMന്റെ സ്കോഡ് വഴി. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല, മുഖ്യമന്ത്രിയുടെ പ്രസംഗം വീടുകളിൽ എത്തട്ടെ. പക്ഷേ ആരാ അടിച്ചത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് 12 കോടി രൂപ മുടക്കി അടിച്ച പുസ്തകം, അതാണ് വീടുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോ CPMന്റെ LDFന്റെ കേരളത്തിലെ ആദ്യത്തെ സ്കോഡ്, അതിന്റെ പണം ചെലവാക്കിയിരിക്കുന്ന ആരാ? കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. മനസ്സിലായില്ല? പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ്. എത്ര പേർക്ക് പെൻഷൻ കൊടുക്കാറുണ്ട്? ഈ 12 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ 12 കോടി രൂപ മുടക്കി തെരഞ്ഞെടുപ്പിന് ചെയ്തിരിക്കുക. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. 12 കോടി രൂപ മുടക്കി. പിന്നെ പത്തനംതിട്ടയിൽ ഒരു സംസ്ഥാന ഏജൻസിയെ കൊണ്ട് കുടുംബശ്രീയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസികളെ കൊണ്ടും അവിടെ തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവിടുത്തെ സ്ഥാനാർത്ഥി തോമസ് ഐസക് ഇറക്കിയിരിക്കുക. അതിനുവേണ്ടി വീടുകളിൽ എത്തിച്ചിരിക്കുന്ന ഫോമും ഇതുപോലെ സർക്കാർ ഏജൻസിയെ കൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചതാണ്. നാണമുണ്ട് അവർക്ക്. നാട്ടുകാരുടെ പണം എടുത്താണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? നാട്ടുകാരുടെ നികുതി പണവും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. അതുപോലെ തന്നെ BJP മന്ത്രിമാരെല്ലാം ഔദ്യോഗിക പരിപാടികളിൽ പോയി പങ്കെടുക്കുക. ഇവർ തുടർച്ചയായി 2 കൂട്ടരും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി ചെയ്താണ് ജനങ്ങൾ അറിയണം. ആ വീട്ടിൽ കിട്ടിയിരിക്കുന്ന സാധനം നമ്മുടെയൊക്കെ കാശ് കൊണ്ട് പ്രിന്റ് ചെയ്ത് വീട്ടിലെത്തിച്ചിരിക്കുന്നതാണ്. CPMന്റെ പൈസ, LDFന്റെ പൈസ അല്ല, PRDയെ കൊണ്ട്. നാണമുണ്ട് ഈ മുഖ്യമന്ത്രിക്ക്. സ്വന്തം പ്രസംഗം തെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിലെത്തിക്കണമെങ്കിൽ പാർട്ടിയുടെ കയ്യിൽ AK സെന്ററിൽ ഉണ്ടല്ലോ പണം, ആ പണം ഉപയോഗിച്ച് നടത്ത്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ചാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്? 12 കോടി രൂപ നിസ്സാര തുകയാണോ? അത് വെച്ച് പ്രിന്റ് ചെയ്ത സാധനമല്ലേ വീട്ടിലെത്തിച്ചിരിക്കുന്നത്? ഞങ്ങളെല്ലാ വീടുകളിലും പോയി പറയും, അവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനം നമ്മുടെ കാശ് കട്ടെടുത്താണെന്ന് പറയും. സർക്കാരിന്റെ പണം കട്ടെടുത്തിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? കളവല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? നാണമുണ്ട് ഇവർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചെയ്യാൻ?